ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രധാന വിഷയം മുന്നോട്ടൊരു 3-4 വീഡിയോകളിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നു മുതൽ ഒരു വാക്യം ഒന്ന് വായിക്കാം. ലൂക്കാ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. വേഗത്തിൽ അവർക്ക് നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിച്ചു. അവിടുന്ന് വേഗത്തിൽ അവർക്ക് നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു ചോദ്യം. ഈ ചോദ്യം ചോദിച്ചത് യേശു തന്നെയാണ്. ആദ്യത്തെ വരവിലെ കാര്യങ്ങൾ, പ്രവർത്തികൾ, വരവിൻ്റെ ഉദ്ദേശത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ, തിരുവത്താഴ സ്ഥാപനം, കാൽവരി ക്രൂസിലെ മരണം, അടക്കം, ഉയർപ്പ്, തൻ്റെ സ്വർഗാരോഹണം, പോകുന്നതിന് മുമ്പുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കൽ, കർത്താവ് പോയി കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞുള്ള പരിശുദ്ധാത്മാവിൻ്റെ വരവ്, ദൈവസഭയുടെ രൂപീകരണങ്ങൾ, സഭകളെ ഉറപ്പിക്കാനുള്ള ലേഖനങ്ങൾ, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് വചനത്തിലൂടെ വായിച്ചാൽ മനസ്സിലാവും. ഇതെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് കർത്താവ് പറയുക അതിനുശേഷം സഭകളുണ്ടായി എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ഇന്നിപ്പം വന്നു കഴിഞ്ഞാൽ ലോകം മുഴുവൻ സഭകളുടെ കളിയാണ്, വിശ്വാസികളുടെ കളിയാണ്. ആരാധന, സ്തുതികൾ, അന്യഭാഷകൾ, കൺവെൻഷനുകൾ, മീറ്റിങ്ങുകൾ, ഉപവാസ പ്രാർത്ഥനകൾ എന്ന് വേണ്ട പരിപാടികളുടെ ഒരു നിര തന്നെയാണ്. പക്ഷെ കർത്താവ് ചോദിക്കുക, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കർത്താവ് ചോദിച്ചത്, കർത്താവ് തിരിച്ചു വരുമ്പോൾ ഇവിടെ വിശ്വാസികൾ കാണുകയല്ലെന്നല്ല കർത്താവ് ഉദ്ദേശിച്ചത്. കർത്താവ് ചോദിച്ചത് വിശ്വാസം കാണുമോ എന്നാണ് ചോദിച്ചത്. വിശ്വാസം കണ്ടെത്തുമോ? യേശു അത് പറഞ്ഞതുകൊണ്ട് വിശ്വാസികളും അവരുടെ പ്രകടനങ്ങളും ഇവിടെ കാണും. ഭയങ്കര അന്യഭാഷകളും ഇവിടെ കാണും. ഇപ്പോൾ വിശ്വാസികൾ ആരെങ്കിലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, രക്ഷിക്കപ്പെട്ടോ? അടുത്ത ചോദ്യം, രക്ഷിക്കപ്പെട്ടെങ്കിൽ സ്നാനപ്പെട്ടോ? അന്യഭാഷ അഭിഷേകം പ്രാപിച്ചോ? അന്യഭാഷ പ്രാപിച്ചോ? ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അന്യഭാഷ പ്രാപിച്ചോ? പ്രത്യേകിച്ച് ഈ ന്യൂജൻ സഭകളിലൊക്കെ ഈ ആഭരണം ധരിച്ചവരെ കണ്ടു കഴിയുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, രക്ഷിക്കപ്പെട്ടോ? അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആഭരണം ഊരുക എന്നെങ്ങാണ്ട് അവർ ധരിച്ചു വെച്ചേക്കുന്നത്. ആഭരണം ഊരുന്നതാണ് രക്ഷിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം, അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തസ്കര കിസ്കര ഇത് അടിച്ചു വിടാനുള്ള പരുവം പവറായിട്ടുണ്ടോ? ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇനി ഈ അന്യഭാഷ തന്നെ ആർക്കാണെന്നുള്ളത് ഒരു വചനം ഒന്ന് വായിച്ചാൽ, 1 കൊറിന്ത്യർ 14:22. അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കത്രേ. പ്രവചനമോ അവിശ്വാസികൾക്കല്ല, വിശ്വാസികൾക്ക് തന്നെ. അന്യഭാഷ അടയാളമായിരിക്കുന്നത് അവിശ്വാസികൾക്കാണ് എന്ന് വചനം പറയുന്നു. എന്ന് പറഞ്ഞാൽ അന്യഭാഷ അടയാളമായി കാണുന്നത് അവിശ്വാസിയാണെന്നാണ് പറയുന്നത്. എന്നാൽ അന്യഭാഷ വരമായി കാണേണ്ടവൻ വിശ്വാസിയാണ്. അടയാളമായി കാണേണ്ടത് അവിശ്വാസിയും, അവിശ്വാസിക്ക് അടയാളവും, വിശ്വാസിക്ക് വരവുമാണ്. ഈ പരിശുദ്ധാത്മാവ് വന്നതിൻ്റെ തെളിവായിട്ട് അന്യഭാഷ അടയാളമായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് വിശ്വാസിയല്ലത്. അതുതന്നെ ആദ്യം മനസ്സിലാക്കേണ്ടത്. അന്യഭാഷ ഇല്ലെങ്കിൽ ഏതാണ്ട് നാണക്കേട് പോലെ അന്യഭാഷ പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ രീതിയിൽ കാണിക്കുന്ന പരിപാടികളൊക്കെ വിശ്വാസികളാണ് ചെയ്യുന്നത്. വിശ്വാസികൾക്ക് ഇത് വരമായിട്ടാണ് നൽകിയിരിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. 1 കൊറിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെ വളരെ ശ്രദ്ധയോടെ ഒന്ന് വായിച്ചേ. ഒരുവന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുവന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. മറ്റൊരുവന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരങ്ങൾ, മറ്റൊരുവന് അത്ഭുത പ്രവർത്തികൾ,
മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, മറ്റൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഒരേ ആത്മാവ് തന്നെ. അവൻ താൻ നിശ്ചയിക്കുന്നതുപോലെ ഓരോരുത്തനും അതത് കൃപാവരം നൽകുന്നു. ഇത് വിശ്വാസികൾ, പ്രത്യേകിച്ച് ഇവിടെ അന്യഭാഷ എടുത്തിട്ട് അലക്കുന്ന ആളുകൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ പറയുന്നത് ഒരാൾക്ക് ആത്മാവിലൂടെ ജ്ഞാനത്തിൻ്റെ വചനം, മറ്റൊരാൾക്ക് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനം, ഇനി വേറൊരാൾക്ക് വിശ്വാസം, മറ്റൊരാൾക്ക് രോഗശാന്തി, വേറൊരാൾക്ക് അത്ഭുത പ്രവൃത്തി, മറ്റൊരാൾക്ക് പ്രവചനം, വേറൊരാൾക്ക് ആത്മാക്കളുടെ വിവേചനം, ഇനി വേറൊരാൾക്ക് വിവിധ ഭാഷകൾ, ഇനി മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. ഇതിങ്ങനെ ഓരോരുത്തർക്ക് നൽകുന്ന, അല്ല എല്ലാവർക്കും നൽകുന്നല്ല എഴുതിയേക്കുന്നത്. ഇപ്പോൾ ഈ സഭകളിലെ ഏറ്റവും നമ്മുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഈ 9 വരങ്ങളിൽ ഏറ്റവും താഴെയുള്ള വരമായിട്ടാണ് ഈ അന്യഭാഷ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ജാതികളുടെ അടുത്തുള്ള വരമായിട്ട്. ഈ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പത്രോസ് വചനം പ്രസംഗിക്കുമ്പോൾ അതിലെ ഏറ്റവും ശിശുക്കളായ വിശ്വാസികളുടെ മേലാണ് ഈ പരിശുദ്ധാത്മാവ് വന്നത്. ഈ അന്യഭാഷ അടയാളമൊക്കെ കാണിച്ചത് ജാതികളുടെ മേലാണ് പരിശുദ്ധാത്മാവ് വന്നത്. എന്ന് പറഞ്ഞാൽ സഭയുടെ തുടക്കത്തിൽ ആദ്യമുള്ള ആളുകളുടെ മേലാണ് ഇത് വന്നത്. ഇപ്പോൾ സഭയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ഈ പരിപാടി മാത്രമേ ഉള്ളെന്ന് പറഞ്ഞാൽ ഏറ്റവും ജാതികളായവരാണ് സഭയ്ക്കകത്ത് നിൽക്കുന്നതിനർത്ഥം. ഏറ്റവും ശൈശവാവസ്ഥയിലുള്ളവരിലാണ് ഇത് കാണുന്നത്. ഇത് പരിശുദ്ധാത്മാവ് അല്ലെന്നുള്ളത് വേറൊരു സത്യം. ചുമ്മാ എഴുതി പഠിച്ചിട്ട് ഞഞ്ഞര കിഞ്ഞര കിഞ്ഞര കഞ്ഞര എന്നങ്ങ് വെച്ചോണ്ട് നിൽക്കുക. ഇത് പരിശുദ്ധാത്മാവൊന്നും അല്ല. ഇതാണെങ്കിൽ തന്നെ ഇത് ഏറ്റവും താഴെയുള്ള ഒരു വരവായത്. ഇത് എല്ലാവർക്കും ഇല്ല താനും. ഒരുത്തന് ജ്ഞാനം, ഒരുത്തന് പരിജ്ഞാനം, ഒരുത്തന് വിശ്വാസം, ഒരുത്തന് രോഗശാന്തി, ഒരുത്തന് അത്ഭുത പ്രവൃത്തി, മറ്റൊരാൾക്ക് ആത്മാക്കളുടെ വിവേചനം, ബഹുവിധ ഭാഷകളുടെ വ്യാഖ്യാനം. ഇങ്ങനെ ഓരോരുത്തന് അതത് വരം നൽകുന്നു, അവിടുന്ന് നിശ്ചയിക്കുന്നത് പോലെ. അതുകൊണ്ട് സഭയ്ക്കകത്ത് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണമെന്നൊന്നുമില്ല. തന്നെയല്ല, ഇത് നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിയുമ്പോൾ ഇതൊരുമാതിരി പരിഹാസത്തിൻ്റെ അവസ്ഥയിലോട്ട് എത്തി നാട് മുഴുവൻ. ഈ ലേഖനങ്ങളെല്ലാം കണ്ണു തുറന്ന് വായിച്ചാൽ നമുക്കറിയാം എല്ലാവരും അന്യഭാഷയിലൊന്നും സംസാരിക്കുന്നൊന്നുമില്ല. ഇത് അവിശ്വാസിക്കുള്ള അടയാളമാണ്. സത്യത്തിൽ പറഞ്ഞാൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവനാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലെ ദുർബലൻ അടയാളമായിട്ട് ദൈവം കൊടുക്കുന്ന. ഇത് കൊഴുത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ലിത്. അഥവാ കൊഴുത്തിരിക്കുന്നവനും ഇത് പ്രയോഗിക്കുന്നെങ്കിൽ, ഇത് സഭയ്ക്കകത്തെല്ലാം കിടന്ന് പ്രയോഗിക്കുന്നെങ്കിൽ ഇത് അവൻ്റെ കയ്യിലുള്ള സാധനമാണ്. അവൻ തന്നെത്താൻ ഉണ്ടാക്കിയെടുത്തതാണ്, അല്ലെങ്കിൽ അവന് ഭൂതം കൊടുത്തതാണ്. ഇത് വരവൊന്നുമല്ലിത്. ഈ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് എഴുതി പറഞ്ഞിരിക്കുന്നത് പോലെ ഏറ്റവും ദാരിദ്ര്യത്തിൽപ്പെട്ട് നിൽക്കുന്നവന്മാർക്കുള്ളതായി അന്യഭാഷ. ഇത് മുന്നോട്ട് പോകുമ്പോൾ വേറെ പലതരം വരങ്ങളുണ്ട് ഇതിനകത്ത്. അതിൽ ഒന്നാമത് പറഞ്ഞേക്കുന്നത് ജ്ഞാനത്തിൻ്റെ വചനം നൽകിയിരിക്കുന്നു. ഇത് മനസ്സിലാകുവാണെങ്കിൽ ഈ ദൈവം എന്താ ഉദ്ദേശിച്ചെന്ന് വചനത്തിൽ കൂടെ മനസ്സിലാവും. ഡെറിക് പ്രിൻസിന് താൻ സ്നാനപ്പെട്ടിട്ട് ദീർഘകാലം കഴിഞ്ഞിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല, ഇതുപോലെ അന്യഭാഷയായിട്ട് കിട്ടിയില്ല. അവസാനം അദ്ദേഹം ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഇദ്ദേഹത്തോട് ദൈവാത്മാവ് ചോദിച്ചു, നിനക്ക് വചനം മനസ്സിലാവുന്നുണ്ടോ? അത് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. ആ വചനം മനസ്സിലാവുന്നുണ്ടെങ്കിൽ വരങ്ങളെടുത്ത് വായിച്ച് നോക്കാൻ പോക്കിയപ്പം എഴുതിയേക്കുന്നത് ഒരാൾക്ക് ആത്മാവിലൂടെ ജ്ഞാനത്തിൻ്റെ വചനം നൽകിയിരിക്കുന്നു. ഈ വചനം പിടികിട്ടാത്തവൻ ഇവിടെ കിടന്ന് തത്തിര കിത്തിര വെക്കുന്നുണ്ടെങ്കിൽ ഇവൻ ഏറ്റവും വലിയ ശിശുവാണെന്നാണ് പറയുന്നത്. ഇന്ന് സഭകളിൽ ആളുകൾ വചനം ശ്രദ്ധിക്കുന്നു പോലുമില്ല, ചുമ്മാ ഈ ബഹളം. ഒരാൾക്ക് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനം, ഒരാൾക്ക് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനം, പരിശുദ്ധനെക്കുറിച്ചുള്ള അറിവിൻ്റെ വചനം. ദൈവത്തിൻ്റെ അടുത്ത് മതത്തിൻ്റെയും സഭയുടെയും വെളത്തിലൊന്നും വേണ്ട, ദൈവം അതൊന്നും സമ്മതിക്കില്ല. ആദ്യം അന്തവും ഇല്ലാത്ത ദൈവത്തെ എന്നാ ചെയ്യാനാ? തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ദൈവത്തെ എന്നാ ചെയ്യാനാ? ശരീരമില്ലാത്ത ദൈവത്തെ പേടിപ്പിക്കാൻ പറ്റുമോ? വോട്ട് മാറ്റി ചെയ്ത് മറിച്ചിടാൻ പറ്റുമോ? അധികാരം കൊടുക്കുകയല്ലെന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റുമോ? എന്നെ ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള ദൈവത്തിൻ്റെ അടുത്ത് ഈ വെള്ളത്തിലും കൊണ്ടൊന്നും പോകണ്ട. ഒരാൾക്ക് വിശ്വാസം, വേറൊരാൾക്ക് അതേ ആത്മാവിൽ രോഗശാന്തി, ഇങ്ങനെ പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു സംവിധാനമായി ഇത് അന്യഭാഷ. ഇത് സഭയ്ക്കകത്ത് നെടുനീളം പ്രയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ
സഭകളുടെ ക്ഷീണവും പോയി, അവസ്ഥയും മോശമായി. ഈ അപ്പസ്തോല പ്രവൃത്തിക്കകത്ത് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ വചനം ശ്രദ്ധിച്ച് നിന്ന ജാതികളുടെ മേലേക്ക് ഇത് പകർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏറ്റവും ശൈശവാവസ്ഥയിലുള്ളവരുടെ മേലേക്ക് പകർന്നു. ഇത് സഭയ്ക്കകത്ത് നെടുനീളം എല്ലാവരും കൂടെ കിടന്ന് ഇത് മാത്രമാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ശൈശവാവസ്ഥയിലാണെന്ന് അർത്ഥം. എല്ലാവരും ശൈശവാവസ്ഥയിലാണ്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, അങ്ങ് വരുമ്പോൾ ഇവിടെ വിശ്വാസം കാണുമോ എന്ന് അങ്ങ് അരുളി ചെയ്തു. എൻ്റെ നാഥ, അങ്ങ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. മുന്നോട്ടുള്ള പല വീഡിയോകളിലൂടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, വചനത്തിൻ്റെ ആഴങ്ങളിലൂടെ ഞങ്ങളെ നടത്തണമേ. കേൾവിക്കാരുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ചത് ഗ്രഹിക്കുവാൻ ദൈവം സഹായിക്കണമേ. എല്ലാം ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കേൾവിക്കാരിൽ ഓരോരുത്തരും പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയം തുറന്നു കൊടുക്കണമേ. ലൂദിയായുടെ ഹൃദയം തുറന്നുപോലെ തുറന്നു കൊടുക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.